പറഞ്ഞിട്ട് എന്തെങ്കിലും ഓർമ്മയുണ്ടോ? എവിടെ അല്ലേ? സ്ക്രീൻ കണ്ടൂടെ ഇപ്പം? ഹലോ, കാണാം. ഓക്കെ. ഇന്ന് നമ്മൾ ലാസ്റ്റ് എടുത്തത് കോഎഫിഷ്യന്റ് ഓഫ് കംപ്രസിബിലിറ്റി ആണ്, റൈറ്റ്? ഈ സ്റ്റാർട്ടിങ് അക്കോസ്റ്റിക് വെലോസിറ്റി എന്ന് പറയുന്നത്, റൈറ്റ്? അക്കോസ്റ്റിക് വെലോസിറ്റി അല്ലെങ്കിൽ സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ വെലോസിറ്റി ഓഫ് സൗണ്ട്. വെലോസിറ്റി ഓഫ് സൗണ്ട് നമ്മൾ കംപ്രസിബിലിറ്റിന്റെ കേസിൽ അല്ലെങ്കിൽ കംപ്രസിബിൾ ഫ്ലോന്റെ കേസിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പാരാമീറ്റർ ആണത് വെലോസിറ്റി ഓഫ് സൗണ്ട് എന്നുള്ളത്. കാരണം ഒരു ഫ്ലൂയിഡ് മീഡിയം എത്രത്തോളം കംപ്രസിബിൾ ആണ്, ഒരു മീഡിയം ഓഫ് ഫ്ലോ അല്ലെങ്കിൽ ഒരു ഗ്യാസ് ഫ്ലോ എന്ന് പറയുന്നത് ഒരു സർട്ടൻ മീഡിയം എത്രത്തോളം കംപ്രസിബിൾ ആണ് അല്ലെങ്കിൽ റേറ്റ് ഓഫ് കംപ്രസിബിലിറ്റി പറയുന്നത് വേറൊരു ടേം ചിലപ്പോൾ പറയുന്നതൊക്കെ ഈ എന്തിന്റെ ബേസിലാണ്? ഈ അക്കോസ്റ്റിക് വെലോസിറ്റി അല്ലെങ്കിൽ വെലോസിറ്റി ഓഫ് സൗണ്ടിന്റെ ബേസിലാണ്. സോ നമ്മൾ അതിനുള്ള ഒരു ഇക്വേഷൻ ഡിറൈവ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, സോ അതുകൊണ്ട് ജസ്റ്റ് ലെറ്റ് us കൺസിഡർ ഒരു ഇൻസുലേറ്റഡ് ആയിട്ടുള്ള ഒരു ലോങ് ട്യൂബ് കൺസിഡർ ചെയ്യാം, റൈറ്റ്? ഇവിടെ കൊടുത്തിട്ടുള്ള ഒരു ഇൻസുലേറ്റഡ് ആയിട്ടുള്ള ഒരു ലോങ് ട്യൂബ്, അതിന് എന്റെ ഒരു ലെഫ്റ്റ് ഹാൻഡിൽ എന്ത് കൊടുത്തിട്ടുണ്ട്? ഒരു പിസ്റ്റൺ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇനീഷ്യലി ഇതിന്റെ ഉള്ളിൽ ഒരു പിസ്റ്റൺ ഉണ്ട് ആൻഡ് ഒരു ഗ്യാസ് ഫിൽഡ് ആണ്, റൈറ്റ്? ഈ ഗ്യാസിന്റെ ഈ പിസ്റ്റണും സീറോ വെലോസിറ്റിയിലാണ് ഉള്ളത്. ഇറ്റ് ഈസ് അണ്ടർ സ്റ്റേഷനറി സ്റ്റേറ്റിലാണ്. ഓക്കെ, സോ ഇനീഷ്യലി നമ്മൾ എന്ത് ചെയ്യും? ഈ പിസ്റ്റൺ ഒരു ഇമ്പൾസീവ് ആയിട്ട് ഒരു ആക്സിലറേഷൻ കൊടുക്കും, ബട്ട് വെരി സ്മോൾ വെലോസിറ്റിയിൽ ഒരു ഇമ്പൾസീവ് ആയിട്ടുള്ള ഒരു ആക്സിലറേഷൻ കൊടുക്കും. സോ എന്ത് ചെയ്യും? ഈ മൂവ്മെന്റ് ഓഫ് പിസ്റ്റൺ എന്ന് പറയുന്നത് ഇതിന്റെ ഉള്ളിൽ ഒരു ഡിസ്റ്റർബൻസ് ക്രിയേറ്റ് ചെയ്യും. ഓൾറെഡി ഫീൽഡ് ചെയ്തിട്ടുള്ള ഗ്യാസിന്റെ ഉള്ളിൽ ഒരു ഡിസ്റ്റർബൻസ് ക്രിയേറ്റ് ചെയ്യും. സോ ഈ ക്രിയേറ്റ് ചെയ്ത ഡിസ്റ്റർബൻസ് ഒരു പ്രഷർ വേവ് ജനറേറ്റ് ചെയ്യും, റൈറ്റ്? ഒരു പ്രഷർ വേവ് ഇതിന്റെ ഉള്ളിൽ ജനറേറ്റ് ചെയ്യും. സോ ഈ ജനറേറ്റ് ചെയ്ത പ്രഷർ വേവ് എന്ന് പറയുന്നതാണ് വെലോസിറ്റി. ഒരു പ്രഷർ വേവ് വിൽ ബി സൗണ്ട് വേവ് ആയിരിക്കും. സോ ബേസിക്കലി നമ്മുടെ സൗണ്ട് വേവ് എന്ന് പറയുന്നത് ഒരു പ്രഷർ വേവ് ആണ്. അത് നമ്മൾ ബേസിക് ക്ലാസ് മുതൽ പഠിച്ചു വരുന്നതാണ്. ഒരു സൗണ്ട് വേവ് എന്ന് പറയുന്നത് ഒരു ഇൻഫിനിറ്റൽ ആയിട്ടുള്ള ഒരു പ്രഷർ വേവ് ആണ്, റൈറ്റ്? ദാറ്റ് ക്യാൻ ട്രാൻസ്മിറ്റഡ് റാപ്പിഡ്ലി ത്രൂ എ ഫ്ലൂയിഡ് മീഡിയം, റൈറ്റ്? ഈ ഡിസ്റ്റർബൻസ് കൊണ്ട് എന്തുണ്ടാവും? നമ്മൾ ഒരു പ്രഷർ വേവ് ജനറേറ്റ് ചെയ്ത് വരികയാണ്. സോ ആ പ്രഷർ വേവ് എന്ത് ചെയ്യും? ഇതിന്റെ ഉള്ളിലൂടെ ഈ ട്യൂബിലൂടെ ലോങ് ട്യൂബിലൂടെ ട്രാവൽ ചെയ്ത് റൈറ്റ് ഹാൻഡ് സൈഡിലേക്ക് ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കും. കറസ്പോണ്ടിംഗ്ലി പിസ്റ്റൺ മൂവ് ചെയ്യും, റൈറ്റ്? ഓക്കെ, സോ ഇനീഷ്യലി ഇവിടെ ഒരു ഗ്യാസ് ഫീൽഡ് ആണല്ലോ, സ്റ്റേഷനറി സ്റ്റേറ്റിലായിട്ട് വെലോസിറ്റി സീറോ ആയിട്ട്. അതിനൊക്കെ ഇനീഷ്യലി പ്രോപ്പർട്ടീസ് ഉണ്ട്. സോ ബേസിക് പ്രോപ്പർട്ടി, ബേസിക് സ്റ്റാറ്റിക് പ്രോപ്പർട്ടീസ് ഉണ്ട്. ഏതൊക്കെ? അതിന് പ്രോപ്പർട്ടി പ്രഷർ പി, ഡെൻസിറ്റി റോ ആൻഡ് ടെമ്പറേച്ചർ ടി, റൈറ്റ്? ആക്ച്വലി ഈ മൂവ്മെന്റ് എന്ന് പറയുന്നത് ഈ പ്രഷർ വേവ് ജനറേഷൻ, വേവ് പ്രൊപ്പഗേഷൻ, ഈ പ്രൊപ്പഗേഷൻ ഓഫ് വേവ് എന്ന് പറയുന്നത് ആക്ച്വലി ഒരു അഡിയബാറ്റിക് പ്രോസസ് ആണ്. ഇനീഷ്യൽ സ്റ്റേജിൽ പറയുകയാണെങ്കിൽ അതൊരു അഡിയബാറ്റിക് പ്രോസസ് ആണ്. കാരണം ഇതിന്റെ ഫോർമേഷൻ കൊണ്ട് അല്ലെങ്കിൽ ഈ വേവ് പ്രൊപ്പഗേഷൻ കൊണ്ട് ടെമ്പറേച്ചർ ഇൻക്രീസ് ഉണ്ടാവുന്നുണ്ട്, പക്ഷെ വെരി മച്ച് ലോ ആയിരിക്കും, ഇൻഫിനിറ്റ്ലി സ്മോൾ ആയിരിക്കും. വെരി സ്മോൾ എമൗണ്ടിൽ ടെമ്പറേച്ചർ റൈസ് ചെയ്യണ്ടാവും. സോ അതുകൊണ്ട് തന്നെ എന്താവും? there will not be any heat transfer or heat flow considered to be ആ പ്രോസസ് നമ്മൾ എന്ത് ചെയ്യും? ഒരു അഡിയബാറ്റിക് പ്രോസസ് ആയിട്ട് കൺസിഡർ ചെയ്യും. ഇനി അതിന്റെ കൂടെ തന്നെ ഈ ഫ്ലോനെ ഒരു ഇൻവിസിഡ് ഫ്ലോ ആയിട്ടും വേറെ ഷിയർ സ്ട്രെസ് ഒന്നും ജനറേറ്റ് ചെയ്യുന്നില്ല എന്നും കൂടി പറഞ്ഞ എന്താ? it will become reversible adiabatic. This process is become reversible adiabatic. Process is become reversible adiabatic. So reversible adiabatic എന്ന് പറഞ്ഞാൽ isentropic process. Okay, so generate ചെയ്ത് വേവ് പ്രഷർ വേവ് ട്രാവലിംഗ് പ്രൊപ്പഗേറ്റിംഗ് റൈറ്റ് ഹാൻഡ് സൈഡിലേക്ക്. സോ പ്രൊപ്പഗേറ്റ് ചെയ്യുന്നതിനനുസരിച്ച് എന്താ സംഭവിക്കുക? ഇറ്റ് വിൽ ബിക്കം എ ഐസോട്രോപിക് പ്രോസസ്. ആൻഡ് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നതിന് ഒന്നിച്ച് ഇതിന്റെ അകത്തുള്ള ഓൾറെഡി ഉള്ള ഗ്യാസ് മീഡിയത്തിന്റെ പ്രോപ്പർട്ടീസും വേരി ചെയ്യും. പ്രോപ്പർട്ടീസ് എന്താവും? പ്രഷറും ടെമ്പറേച്ചറും എല്ലാം ഇൻക്രീസ് ആവും. പി ബി പ്ലസ് ഡി പി ആവും, ടി പ്ലസ് ഡി ടി ആവും. ഒരു ടേം, ഒരു സ്മോൾ എമൗണ്ട് ഓഫ് ഇൻക്രിമെന്റ് ഉണ്ടാവും പ്രഷറിലും ടെമ്പറേച്ചറിലും ഡെൻസിറ്റിയിലൊക്കെ. അതാണ് ഇവിടെ കാണിച്ചിട്ട് പി പ്ലസ് ഡി പി, ടി പ്ലസ് ഡി ടി, റോ പ്ലസ് ഡി പി, ഇതൊക്കെ, റൈറ്റ്? ഇനി ഇതിന്റെ ഒരു പ്രോബ്ലം പറയുന്നത് നമുക്ക് ഇതിപ്പോ കറന്റ് ഉള്ളത് ഒരു അൺസ്റ്റഡി സ്റ്റേറ്റിലാണ്. ഓക്കെ, സ്റ്റഡി സ്റ്റേറ്റ് അല്ല, ഒരു അൺസ്റ്റഡി സ്റ്റേറ്റ് ആണ്. സോ നമുക്ക് അതിന്റെ അകത്തേക്ക് എന്ത് അപ്ലൈ ചെയ്യാൻ പറ്റില്ല? ഒരു സ്റ്റഡി ഫ്ലോ അനാലിസിസ് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. അങ്ങനെ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? സർട്ടൻ അസംഷൻസ് എടുക്കും. ക്ലിയർ? സർട്ടൻ അസംഷൻസ് എടുത്തിട്ട് എന്ത് എടുക്കും? ഇത് സ്റ്റഡി ഫ്ലോയിലാണ് കൺസിഡർ ചെയ്യും. സോ ടേക്കിംഗ് ബൈ സർട്ടൻ അസംഷൻസ് വി ആർ അസ്യൂം ദാറ്റ് ദ വേവ് ഫ്രണ്ട് ആൻഡ് മാസ് ഓഫ് ദ ഫ്ലൂയിഡ് ഇൻ ദ കൺട്രോൾ. നമ്മളൊരു എന്നിട്ട് ഒരു സ്മോൾ എലിമെന്റ് ഇതിന്റെ അകത്ത് ഒരു സെക്ഷൻ, ഒരു സ്മോൾ സെക്ഷൻ കൺസിഡർ ചെയ്ത് അവിടെ ഒരു കൺട്രോൾ വോളിയം ആയിട്ട് അസംഷൻ ചെയ്യും. ഓക്കെ, ഇത് ഇൻ ബിറ്റ്വീൻ ദ ട്രാവലിംഗ് സ്റ്റേജിൽ, പ്രൊപ്പഗേറ്റിംഗ് സ്റ്റേജിൽ ഒരു സ്മോൾ സെക്ഷൻ എടുത്തിട്ട് കറസ്പോണ്ടിങ് ഈ ലൈനിന്റെ അടുത്ത് ഇവിടെ ഒരു അപ്രൈറ്റ് ഒരു സ്മോൾ സെക്ഷൻ എടുക്കും, ഒരു കൺട്രോൾ വോളിയം ക്രിയേറ്റ് ചെയ്യണം, റൈറ്റ്?
and we are assuming that wavefront and mass of the fluid in the control volume are in steady state, right? ഇനി അതിന്റെ അസംഷൻസ് ആണ് ഡീറ്റെയിൽ ആയിട്ട് പറയുമ്പോൾ കിളിവാറുന്ന അവസ്ഥയിലെത്തിക്കും പ്രത്യേകിച്ച് ഈ സമയത്ത് നിർത്താന്ന് പറഞ്ഞ് നിൽക്കുന്ന സമയത്ത്. അപ്പൊ നിങ്ങൾ ഒന്നുമില്ല, സിമ്പിൾ ആയിട്ട് ഈ പറയുന്ന കാര്യം മാത്രം ശ്രദ്ധിച്ചാൽ ഈ അസംഷൻസ് ഒക്കെ വിട്ടേക്ക്. ഒരു അസംഷൻ എടുക്കേണ്ടതെന്ന് മാത്രം മനസ്സിലാക്കിയാൽ ഓക്കെ. ഈ അസംഷൻ എടുത്താൽ ജസ്റ്റ് ഡീവിയേഷൻ വരുന്ന ഒറ്റ പാരാമീറ്ററേ ഉള്ളൂ. ഇത് ഈ ഒരു പോയിന്റ് മാത്രം നിങ്ങൾ ഓർത്ത് വെച്ചാൽ മതി. ആ അസംഷൻസ് കാര്യം ഒരു ഡീപ്പായിട്ടൊന്നും നിങ്ങൾ ചിന്തിക്കണം. ഓക്കെ, സിമ്പിൾ ആയിട്ട് ഓർക്കാനുള്ള വഴി എന്ന് പറയുന്നത് ഒറ്റ പാരാമീറ്റർ ആണ് മാറുന്നുള്ളൂ. ഈ അസംഷൻസ് എടുത്ത് സ്റ്റഡി ഫ്ലോ ആക്കുന്നുണ്ട്. ഇൻഫ്ലോ വെലോസിറ്റി, അതായത് കൺട്രോൾ വോളിയത്തിലേക്ക് വരുന്ന ഇൻഫ്ലോ വെലോസിറ്റി എയും, അത് ഞാൻ ഇവിടെ പറയാൻ പറ്റിയ ഒരു കാര്യം തന്നെ, ഇവിടെ നമ്മൾ ജനറേറ്റ് ചെയ്യുന്ന ഒരു വെലോസിറ്റി ഓഫ് പ്രൊപ്പഗേഷൻ ഉണ്ടല്ലോ, ഒരു ക്രിയേറ്റ് ചെയ്യുന്ന ഒരു പ്രഷർ വേവ് അല്ലെങ്കിൽ സൗണ്ട് വേവ്. ഈ സൗണ്ട് വേവ് ട്രാവൽ ചെയ്യുന്ന വെലോസിറ്റിയുടെ നൊട്ടേഷൻ ആണ് എ, വെലോസിറ്റി ഓഫ് സൗണ്ട്, ദാറ്റ് ഈസ് എ. ഓക്കെ, ഇനി ഈ വെലോസിറ്റി ഓഫ് സൗണ്ട് നമ്മൾ എന്ത് പറയും? സോണിക് വെലോസിറ്റി എന്ന് കൂടി പറയും, റൈറ്റ്? വെലോസിറ്റി ഓഫ് സൗണ്ടിന് എന്ത് പറയും? സോണിക് വെലോസിറ്റി എന്ന്. ഓക്കെ, ഇതിന് കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന നൊട്ടേഷൻ ആണ് എന്ത്? സ്മോൾ ലെറ്റർ എ. ഓക്കെ, ഇനി ആ അസംഷൻ തിരിച്ചിങ്ങോട്ട് വരികയാണെങ്കിൽ ഈ സ്റ്റഡി ഫ്ലോ അനാലിസിസ് എടുത്തു കൺട്രോൾ വോളിയത്തിന്റെ അടുത്തേക്ക്, അങ്ങനെ വരുമ്പോൾ എടുക്കുന്ന ഒരു അസംഷൻ, ഈ ഒരു പോയിന്റ് മാത്രം നിങ്ങൾ സ്ട്രെസ് ചെയ്ത് നോക്കിയാൽ മതി. ഓക്കെ, ഈ ഒരു പോയിന്റ് മാത്രം സ്ട്രെസ് ചെയ്ത് നോക്കുക. അതായത് ബാക്കി എടുത്ത അസംഷൻസ് ഒന്നും ചിന്തിക്കണ്ട. എന്ത് വരും? ഫ്ലൂയിഡ് എൻട്രി ചെയ്യുന്ന വെലോസിറ്റി, കൺട്രോൾ വോളിയത്തിലേക്ക് എൻട്രി ചെയ്യുന്ന വെലോസിറ്റി എയും ലീവ് ചെയ്യുന്ന വെലോസിറ്റി എ മൈനസ് ഡി വി ആയിട്ട് എടുത്താൽ മതി. ആ ഒരു പോയിന്റ് മാത്രം ചിന്തിച്ചാൽ മതി. എൻട്രി ചെയ്യുന്ന വെലോസിറ്റിനെ എന്ത് പറയും? എൻട്രി ചെയ്യുന്ന വെലോസിറ്റിനെ എ ആയിട്ടും ലീവ് ചെയ്യുന്ന വെലോസിറ്റിനെ എ മൈനസ് ഡി വി ആയിട്ടും എടുക്കാം. ഓക്കെ, ഇനി നമ്മൾ ലാസ്റ്റ് ക്ലാസ്സസിൽ എഴുതിയ 4 ഗവേണിംഗ് ഇക്വേഷൻ, ഒന്ന് കൺട്രോൾ മാസ്, കൺസർവേഷൻ ഓഫ് മാസ്, കൺസർവേഷൻ ഓഫ് മൊമെന്റ്. ഓക്കെ, ഇതിൽ കൺസർവേഷൻ ഓഫ് മാസ് ഇതിന്റെ അകത്തേക്ക് കൺട്രോൾ അപ്ലൈ ചെയ്തു. എന്തായിരുന്നു കൺസർവേഷൻ മാസിന്റെ ഇക്വേഷൻ? റൈറ്റ്, കൺസർവേഷൻ ഓഫ് മാസിന്റെ ഇക്വേഷൻ എന്താ? ഡോ ബൈ ഡോ ടി ഓഫ് മാസ് ഓഫ് കൺട്രോൾ വോളിയം ഈക്വൽ ടു എം ഡോട്ട് ഇൻ മൈനസ് എം ഡോട്ട് ഔട്ട്. ഇവിടെ സ്പീഡ് കൂടുന്ന പറയണേ. അത് നോർമലി അത്രയും ടഫ് ഇല്ലാത്തൊരു കാര്യമാണ്, ഞാൻ കുറച്ച് ഫാസ്റ്റ് ആയിട്ട് പോകുന്നു. ഓക്കെ, നമ്മളെ സ്പീഡില്ല ഉണ്ടാ, ഒരുപാട് സ്ലോ ആക്കിയ പോർഷൻസ് ഒരുപാട് ഉണ്ടാ, തീരില്ല. എന്തെങ്കിലും മനസ്സിലാവാത്ത പ്രശ്നം ഉണ്ടെങ്കിൽ പറ. ഓക്കെ, സ്പീഡ് കൊണ്ട് പോർഷൻസ് മനസ്സിലാവുന്നില്ലെങ്കിൽ. ചാർജ് കുറവാ, ഇവിടെ കറണ്ട് ഉണ്ട്, ഇപ്പൊ ഓഫ് ആവും ഫോൺ. ആരുടേത്? ആൽബിനാ? ജോഷി. അരെ ഓക്കെ, കാണുന്നില്ല. ആ ഓക്കെ, അബിൻ ജോഷി. കറണ്ടും ഇല്ല, മഴയും പെയ്ത്. ആണോ? ഓക്കെ, നോക്ക്, കിട്ടുന്നവരെ നിക്ക്. ഓക്കെ ഓക്കെ, നോക്കാം. സോ നമ്മൾ കൺസർവേഷൻ ഓഫ് മാസ് അപ്ലൈ ചെയ്യണം, റൈറ്റ്? സോ ഇനി ഇതിനെടുക്കുന്ന നമ്മൾ ഒരു അസംഷൻ എടുത്തില്ല. സ്റ്റഡി ഫ്ലോ കണ്ടീഷനിലാണ് നമ്മൾ ഈ അനാലിസിസ് നടത്തുന്നതിന് ഓൾറെഡി അസംഷൻ എടുത്തു. സോ സ്റ്റഡി ഫ്ലോ കണ്ടീഷൻ ആവുമ്പോൾ എന്ത് സംഭവിക്കും? ഈ റേറ്റ് ഓഫ് ചേഞ്ച് എന്നുള്ള ടേം എന്താവും? ഈ ടേമിന്റെ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ ഡോ ബൈ ഡോട്ട് ഈ ടേം എന്താവും? 0 ആയിപ്പോ, റൈറ്റ്? 0 ആയി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? എം ഡോട്ട് ഇൻ മൈനസ് എം ഡോട്ട് ഔട്ട് ഈക്വൽ ടു 0 ആവും. ദെൻ എം ഡോട്ട് ഇൻ ഈക്വൽ ടു എം ഡോട്ട് ഔട്ട് ആവും. ഓക്കെ, ദെൻ ഇതിന്റെ രണ്ടിന്റെ ഇക്വേഷൻ എഴുതാം. മാസ് ഫ്ലോ റേറ്റ്. മാസ് ഫ്ലോ റേറ്റ് എപ്പോഴും നമ്മൾ ബേസിക് ആയിട്ട് പഠിച്ചുള്ള കാര്യമാണ്. എന്താണ്? റോ ഇൻറ്റു ഏരിയ ഇൻറ്റു വെലോസിറ്റി. റോ ഇൻറ്റു എ ഇൻറ്റു വെലോസിറ്റി, റൈറ്റ്? ഇനി അത് ആ ടേംസിലേക്ക് നമ്മൾ ഇതിനെ ഒന്ന് മാറ്റി എഴുതി നോക്കിയേ. എം ഡോട്ട് ഇന്നിനെ എങ്ങനെ എഴുതാം? റോ ഇൻറ്റു ഏരിയ ക്യാപിറ്റൽ എ ഇൻറ്റു വെലോസിറ്റി എന്താ? ഇൻഫ്ലോയില് ഞാൻ പറഞ്ഞ സ്മോൾ എ, റൈറ്റ്? ഇനി എക്സിറ്റ് കണ്ടീഷനിലേക്ക് എന്ത് വരും? എക്സിറ്റ് കണ്ടീഷനിലേക്ക് വരുമ്പോൾ ബാക്കി പ്രോപ്പർട്ടീസ് ഒക്കെ ചേഞ്ച് ചെയ്യുന്നത് എങ്ങനെയാ? ടി ടി പ്ലസ് ഡി ടി ആവും, പി പി പ്ലസ് ഡി ടി ആവും, റോ റോ പ്ലസ് ഡി റോ ആവും. ആ തരത്തിൽ വരും. വെലോസിറ്റി മാത്രമേ എന്ത് വരും? മൈനസ് ടേമിലേക്ക് വരുന്നുള്ളൂ, എ മൈനസ് ഡി വി ആവുന്നുള്ളൂ, റൈറ്റ്? വെലോസിറ്റി മാത്രമേ എ മൈനസ് ഡി വി ആയി പോകുന്നുള്ളൂ. ഓക്കെ, സോ റോ ഇൻറ്റു എ ഇൻറ്റു സ്മോൾ എ വിൽ ബി ഈക്വൽ ടു എം ഡോട്ട് ഔട്ടിനെ എങ്ങനെ എഴുതാം? റോ പ്ലസ് ഡി റോ into capital A, that is area of cross section, then velocity എന്ന് പറയുന്നത് A minus dV. ഓക്കെ, ഇനി ഇതിനെ ഒന്ന് ഇക്വേറ്റ് ചെയ്തിട്ട് ഇതിന് നമ്മൾ ഈ റൈറ്റ് ഹാൻഡ് സൈഡിലെ ടേംസിനെ നമ്മൾ ഒന്ന് എന്ത് ചെയ്യും? എക്സ്പാൻഡ് ചെയ്യും. നമ്മൾ ജസ്റ്റ് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് ഈ ബ്രാക്കറ്റ് എല്ലാം ഓപ്പൺ ആക്കി ചെയ്ത് എന്ത് വരും? ചില ടേം ഹയർ ഓർഡർ ടേംസ് ഉണ്ടാവും. അതായത് നെഗ്ലിജിബിൾ ആയിട്ടുള്ള വളരെ സ്മോൾ വാല്യൂ ഉള്ള ഹയർ ഓർഡർ ടേംസ് ഉണ്ടാവും. നമ്മൾ എപ്പോഴും ഡെറിവേഷൻ എടുക്കുമ്പോൾ ഹയർ ഓർഡർ ടേംസിന് നമ്മൾ ഈസി ഹാൻഡ്ലിങ്ങിന് വേണ്ടി, ഡെറിവേഷൻ ഒന്ന് സ്മൂത്ത് ആക്കാൻ വേണ്ടി എന്ത് ചെയ്യും? ഹയർ ഓർഡർ ടേംസിനെ നെഗ്ലക്ട് ചെയ്യും. സെയിം മെത്തേഡ് ഇവിടെ അപ്ലൈ ചെയ്യണം. നമ്മൾ ഇതിൻ്റെ അകത്ത് വരുന്ന ഹയർ ഓർഡർ ടേംസിനെയൊക്കെ റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് വരും? ഇതിനെ ഒന്ന് അനലൈസ് ചെയ്താൽ എങ്ങനെ വരും? എ
ഇതായത് ഈ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ഇപ്പോൾ എടുത്ത് കഴിഞ്ഞുള്ളൂ. എ ഇൻറ്റു ക്യാപിറ്റൽ എ ഇൻറ്റു ഡി റോ. ഒന്ന് അറേഞ്ച് ചെയ്ത് എഴുതി എങ്ങനെ വരും ഇത്? റോ എ ഡി വി ഈസ് ഈക്വൽ ടു സ്മോൾ എ ഇൻറ്റു ക്യാപിറ്റൽ എ ഇൻറ്റു ഡി റോ എന്ന് വരും. റൈറ്റ്? പിന്നെ ഇതിൻ്റെ അകത്ത് ക്രോസ് സെക്ഷൻ ഏരിയ എൻ്റെ ക്യാപിറ്റൽ എ രണ്ട് സൈഡിൽ നിന്ന് ക്യാൻസൽ ചെയ്തു. സോ ഡി വി വിൽ ബി ഈക്വൽ ടു സ്മോൾ എ ഇൻറ്റു ഡി റോ ബൈ റോ വരും. ഡി വി ഈക്വൽ ടു സ്മോൾ എ ഇൻറ്റു ഡി റോ ബൈ റോ വരും. റൈറ്റ്? ഞാൻ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസുമായിട്ട് ബന്ധപ്പെട്ട് എഴുതിയ ഡെറിവേഷൻ. എവിടെ ലോ ഓഫ് കൺസർവേഷൻ മാസിന്റെ സ്റ്റാർട്ടിങ്ങിൽ തുടങ്ങി റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഇക്വേഷൻ സ്റ്റഡി സ്റ്റേറ്റിലാണ്ട് റേറ്റ് ഓഫ് ചേഞ്ചിന്റെ ടേം 0 ആയി. ദെൻ എം ഡോട്ട് ഇൻ ഈക്വൽ ടു എം ഡോട്ട് ഔട്ട് ആയി. എം ഡോട്ട് ഇന്നിന് എം ഡോട്ട് ഔട്ടിന് മാസ് ഫ്ലോ റേറ്റിന്റെ റോ എ വി എന്നുള്ള ഫോമാറ്റിലുള്ള ഇക്വേഷനിലേക്ക് കൺവേർട്ട് ചെയ്തു. അതിനെ ഒന്ന് അറേഞ്ച് ചെയ്ത് എഴുതി കഴിഞ്ഞാൽ ലാസ്റ്റ് എന്ത് വരും? ഡി വി ഈസ് ഈക്വൽ ടു എ ഇൻറ്റു ഡി റോ ബൈ റോ വരും. റൈറ്റ്? ഇനി ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മൊമെന്റം എന്തായിരുന്നു ഇക്വേഷൻ? സിഗ്മ എഫ് ആൾജിബ്രിക് സം ഓഫ് ദ ഫോഴ്സ് ഇൻ എ പർട്ടിക്കുലർ ഡയറക്ഷൻ വിൽ ബി ഈക്വൽ ടു ഡോ ബൈ ഡോ ടി ഓഫ് എം വി മാസ് ഇൻറ്റു വെലോസിറ്റി ഓഫ് കൺട്രോൾ വോളിയം പ്ലസ് എം ഡോട്ട് വി ഔട്ട് മൈനസ് എം ഡോട്ട് വി ഇൻ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നോക്കിയാണ് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മൊമെന്റം. ഇനി ഇതിൻ്റെ അകത്ത് എന്ത് സംഭവിക്കണേ? ഈ സ്റ്റഡി ഫ്ലോ അനാലിസിസ് ആയതുകൊണ്ട് റേറ്റ് ഓഫ് ചേഞ്ചിന്റെ ടേം 0 ആയി. റേറ്റ് ഓഫ് ചേഞ്ചിന്റെ ടേം എന്താവും? 0 ആയി പോകും. ദെൻ ഇക്വേഷൻ എന്താവും? സിഗ്മ എഫ് ഈസ് ഈക്വൽ ടു എം ഡോട്ട് വി ഔട്ട് മൈനസ് എം ഡോട്ട് വി ഇന്ന് വരും. റൈറ്റ്? ഇനി ഈ സിഗ്മ എഫിന് ഫോഴ്സ് അനാലിസിസിന് ഒന്ന് സെപ്പറേറ്റ് ആയിട്ട് നോക്കുക. അതായത് ഇൻഫ്ലോ ഡയറക്ഷൻ, ഈ കൺട്രോൾ വോളിയത്തിന്റെ ഇൻഫ്ലോ ഡയറക്ഷനും ഔട്ട്ഫ്ലോ ഡയറക്ഷനും പ്രഷർ ഫോഴ്സ് മാത്രമേ അപ്ലൈ ചെയ്യുന്നുള്ളൂ. അതായത് ഇതിൻ്റെ അകത്തുള്ള ബാക്കി ഫോഴ്സ് ഒക്കെ നെഗ്ലക്റ്റഡ് ആണ്. നോർമലി ഉള്ള പ്രഷർ ഫോഴ്സ് മാത്രമേ ഇതിൻ്റെ അകത്ത് വരും. ഓക്കെ? ഈ സർഫസ് ഫോഴ്സ് ആയിട്ട് വരുന്ന പ്രഷർ ഫോഴ്സ് മാത്രമേ ഇതിനകത്ത് എക്സിസ്റ്റ് ചെയ്യും, ബാക്കിയൊക്കെ നെഗ്ലക്റ്റഡ് ആണ്. സോ അങ്ങനെ വരുമ്പോൾ ഇൻഫ്ലോ ഡയറക്ഷൻ എന്താ വരിക? പി ഇൻറ്റു ഏരിയ വരും അല്ലെ? പ്രഷർ ഇൻറ്റു ക്രോസ് സെക്ഷൻ ഏരിയ. അതിന് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ എന്ത് വരും? ഔട്ട്ഫ്ലോ റീജിയനിൽ എന്താ വരിക? പി പ്ലസ് ഡി പി ഇൻറ്റു ക്രോസ് സെക്ഷൻ ഏരിയ. സോ സിഗ്മ എഫ് ആൾജിബ്രിക് ഫോഴ്സ് എന്ത് വരും? ഒരു ഡയറക്ഷനിൽ പി എ, അതിന് ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് വരുമ്പോൾ ഇത് മൈനസ് ആയി, പി പ്ലസ് ഡി പി ഇൻറ്റു എ ആയി. ഓക്കെ? ഇനി ഇതിനെ ഒന്ന് സോൾവ് ചെയ്ത് എന്താ വരിക? പി എ ടേംസ് എല്ലാം ക്യാൻസൽ ചെയ്താൽ ബാക്കി എന്ത് വരും? മൈനസ് ഓഫ് ക്യാപിറ്റൽ എ ഇൻറ്റു ഡി പി വരും. റൈറ്റ്? ഓക്കെ. ഇനി സ്റ്റഡി ഫ്ലോ എന്ന് പറയുന്നതിന്റെ അർത്ഥം എന്താ? എത്ര എമൗണ്ട് കൺട്രോളിലേക്ക് കയറുന്നു അത്രയും എമൗണ്ട് കൺട്രോളിൽ നിന്ന് പുറത്തേക്ക് എക്സിറ്റ് ആവുന്നുണ്ട്. സോ എം ഡോട്ട് ഇന്നിന്റെ ടേമും എം ഡോട്ട് ഔട്ടിന്റെ ടേമും സെയിം ആയിരിക്കും. സോ വി ക്യാൻ കോമൺലി യൂസ് ഇറ്റ് ആസ് എ നൊട്ടേഷൻ എം ഡോട്ട്. റൈറ്റ്? മാസ് ഫ്ലോ റേറ്റിന് കോമൺ ആയിട്ട്, കാരണം കൺട്രോൾ വോളിയത്തിൽ ഒരു സ്റ്റോറേജും ഇല്ല, റേറ്റ് ഓഫ് ചേഞ്ച് 0 ആണ്. സോ കോമൺലി നമുക്ക് എങ്ങനെ പറയാം? ജസ്റ്റ് സിമ്പിൾ ആയിട്ട് നൊട്ടേഷൻ വേണ്ടി എം ഡോട്ട് മാത്രം ചെയ്യാം. അങ്ങനെ റൈറ്റ് ഹാൻഡ് സൈഡിൽ ഇക്വേഷൻ എന്താവും? എം ഡോട്ട് ഇൻറ്റു വി ഔട്ട് മൈനസ് വി ഇൻ വരും. റൈറ്റ്? എം ഡോട്ട് ഇൻറ്റു വി ഔട്ട് മൈനസ് വി ഇൻ. അതിനെ എങ്ങനെ എഴുതാം? വി ഔട്ട് എന്ന് പറയുന്നത് എന്താ? എ മൈനസ് ഡി വി ആണ്. വി എന്ന് പറയുന്നത് എന്താ? എ ആണ്. ഇതിനെ ഒന്ന് സോൾവ് ചെയ്താൽ എന്ത് വരും? മൈനസ് ഓഫ് എം ഡോട്ട് ഇൻറ്റു ഡി വി. മൈനസ് ഓഫ് എം ഡോട്ട് ഇൻറ്റു ഡി വി. ഇനി ഈ എം ഡോട്ടിനെ നമ്മൾ റോ എ വി എന്നുള്ള ഫോമിലേക്ക് നേരത്തെ കൺസർവേഷൻ ഓഫ് മാസിൽ ഉപയോഗിച്ച് റോ എ വി എന്നുള്ള ഫോമിലേക്ക് തന്നെ ഉപയോഗിച്ച് എഴുതി എന്ത് വരും? മൈനസ് റോ ക്യാപിറ്റൽ എ സ്മോൾ എ ഇൻറ്റു ഡി വി വരും. എം ഡോട്ടിന് മൈനസ് റോ എ വരും. റൈറ്റ്? ഇനി ഈ എം ഡോട്ട് ബി ഔട്ട് മൈനസ് എം ഡോട്ട് ബി ഇന്നിന്റെ ഇക്വേഷനും സിഗ്മ എഫിന്റെ ഇക്വേഷനും കൂടി കമ്പയർ ചെയ്ത് എന്താ വരിക? മൈനസ് എ ഡി പി ഈക്വൽ ടു റോ എ ഇൻറ്റു സ്മോൾ എ ഇൻറ്റു ഡി വി വരും. സോ ഫൈനലി ഡി വി ഈസ് ഈക്വൽ ടു ക്യാപിറ്റൽ എ ഒക്കെ റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് വരും? ഡി വി ഈസ് ഈക്വൽ ടു ഡി പി ഡിവൈഡ് ബൈ റോ എ വരും. ഡി വി ഈസ് ഈക്വൽ ടു ഡി പി ഡിവൈഡ് ബൈ റോ എ. ഓക്കെ? ഇനി ഇവിടെ നമുക്ക് എന്ത് കിട്ടി? ചേഞ്ച് ഇൻ വെലോസിറ്റിക്ക് ഡി വിക്ക് ഇവിടെ ഒരു ഇക്വേഷൻ കിട്ടി. ഫ്രം ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മൊമെന്റം വെച്ചിട്ട് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ് വെച്ചിട്ടും ഒരു ഡി വിക്ക് ഒരു ഇക്വേഷൻ കിട്ടി. ഇനി ഇത് രണ്ടും കൂടി നമ്മളൊന്ന് കമ്പയർ ചെയ്യും. അതായത് പറഞ്ഞ ഈ കൺസർവേഷൻ ഇക്വേഷൻസ് ആണ് ഇതിന്റെ എല്ലാ സ്ഥലത്തും ഡെറിവേഷൻസിന് യൂസ് ചെയ്യുന്നത്. റൈറ്റ്? അതുകൊണ്ടാണ് അത് അത്ര ഇമ്പോർട്ടന്റ് ആണ് ആദ്യത്തെ ക്ലാസ്സിൽ പറഞ്ഞത്. ഓക്കെ? ഇനി അത് രണ്ടും കൂടി കമ്പയർ ചെയ്ത് എന്ത് സംഭവിക്കും? എ ഇൻറ്റു ഡി റോ ബൈ റോ ഈസ് ഈക്വൽ ടു ഡി പി ബൈ റോ എ വരും. ഓക്കെ? then a square is equal to അതിനെ ഒന്ന് സോൾവ് ചെയ്താൽ a square is equal to dp by d rho വരും. dp by d rho അല്ലെങ്കിൽ a is equal to root of dp by d rho. അതായത് വെലോസിറ്റി ഓഫ് സൗണ്ട്. a is എന്താ? വെലോസിറ്റി ഓഫ് സൗണ്ട് അല്ലെങ്കിൽ അക്കോസ്റ്റിക് വെലോസിറ്റി എന്ന്. ഇനി പ്രോസസ് ഐസെൻട്രോപിക് ആണെന്ന് ഞാൻ ആദ്യം പറഞ്ഞല്ലോ.
ഐസെൻട്രോപിക് പ്രോസസ് ആണ് അതിനകത്തേക്ക് നടക്കുന്നത്. അതിനുകൊണ്ട് അതൊന്ന് റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടി ഒരു നൊട്ടേഷൻ എസ് എന്നുള്ള നൊട്ടേഷൻ ഒരു സഫിക്സ് ആയിട്ട് കൊടുക്കുന്നത്. സോ എ ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് ഡോ പി ബൈ ഡോ റോ, റൈറ്റ്? സോ ഇറ്റ് ഈസ് എ ഫണ്ടമെന്റൽ എക്സ്പ്രഷൻ. ഇതാണ് ഒരു വെലോസിറ്റി ഓഫ് സൗണ്ടിന്റെ ഫണ്ടമെന്റൽ എക്സ്പ്രഷൻ. ഓക്കെ, ഫണ്ടമെന്റൽ എക്സ്പ്രഷൻ ഫോർ ദ സ്പീഡ് ഓഫ് സൗണ്ട് ഇൻ എനി ഫ്ലൂയിഡ് മീഡിയം, റൈറ്റ്? Okay, so it shows that speed of sound is a direct measure of compressibility of a gas, right? അതായത് എത്രത്തോളം ഡെൻസിറ്റി ചേഞ്ച് വരുന്നത്, പ്രഷർ ചേഞ്ച് ചെയ്യുമ്പോൾ എത്രത്തോളം ഡെൻസിറ്റി ചേഞ്ച്, അതാണല്ലോ കംപ്രസിബിലിറ്റി നമ്മളോട് ഉദ്ദേശിക്കുന്നത്. പ്രഷർ അപ്ലൈ ചെയ്യുമ്പോൾ ഡെൻസിറ്റി വേരി ചെയ്യുന്നു. എത്രത്തോളം പ്രഷർ ചേഞ്ച് ചെയ്യുമ്പോൾ എത്രത്തോളം ഡെൻസിറ്റി വേരി ചെയ്യുന്നുള്ള ടേം എങ്ങനെയാണ് വരുന്നത്? ഈ വെലോസിറ്റി ഓഫ് സൗണ്ട് ഒക്കെ മനസ്സിലാവും നമുക്ക്. സോ ഗ്രേറ്റർ ദ കംപ്രസിബിലിറ്റി ഓഫ് ദ മീഡിയം, അതായത് ഡെൽറ്റ ഡോറോന്റെ ടേംസ് നല്ല ഹയർ ആവുമ്പോൾ എന്ത് സംഭവിക്കും? ലോവർ വിൽ ബി ദ സ്പീഡ് ഓഫ് സൗണ്ട്. നല്ല കംപ്രസിബിൾ ആകുന്ന ഒരു മീഡിയത്തിന്റെ അകത്ത് വെലോസിറ്റി ഓഫ് സൗണ്ടിന്റെ വാല്യൂ എന്തായിരിക്കും? ലെസർ ആയിരിക്കും. ഓക്കെ, ഇതാണ് എന്ത് അക്കോസ്റ്റിക് വെലോസിറ്റി അല്ലെങ്കിൽ വെലോസിറ്റി ഓഫ് സൗണ്ടിന്റെ ഡെറിവേഷൻ, റൈറ്റ്? ഇനി ഇതേ വെലോസിറ്റി ഓഫ് സൗണ്ടിനെ നമ്മൾ ത്രൂ ഔട്ട് ഉപയോഗിക്കുന്നത് ഈ കോമൺ ഫോമിനെ ഒന്ന് ചേഞ്ച് ചെയ്തെഴുതും, അല്ലെങ്കിൽ ചില അസംഷൻസിന്റെ കേസിൽ സപ്പോസ് ഒരു വെലോസിറ്റി ഓഫ് സൗണ്ട്, അതായത് നമ്മൾ പറഞ്ഞത് ഏതോ ഒരു മീഡിയത്തിലെ ജനറൽ ഇക്വേഷൻ ആണെന്ത്? A is equal to root of ഡോ പി ബൈ ഡോ റോ എന്ന് പറയുന്നത്, റൈറ്റ്? ഇനി വെലോസിറ്റി ഓഫ് സൗണ്ട് ഈ ഒരു പെർഫെക്റ്റ് ഗ്യാസ് ആണെന്ന് വയ്ക്കുന്നത്. നമ്മൾ സൗണ്ട് ജനറേറ്റ് ചെയ്യുന്ന ഒരു പെർഫെക്റ്റ് ഗ്യാസിലാണ്. പെർഫെക്റ്റ് ഗ്യാസ് ആയ എന്താ നമുക്ക് ഐസെൻട്രോപിക് പ്രോസസ് ആയതുകൊണ്ട് തന്നെ അതിന്റെ റിലേഷൻസ് ഒക്കെ നമുക്ക് യൂസ് ചെയ്യാം. സോ എന്ത് വരും? പി വി റേസ് ടു ഗാമ ഈസ് ഈക്വൽ ടു കോൺസ്റ്റന്റ്. സോ ഇറ്റ് ഈസ് വി എന്താ സ്പെസിഫിക് വോളിയാണ്. സ്പെസിഫിക് വോളിയത്തെ നമുക്ക് ഡെൻസിറ്റിന്റെ ടേംസിലേക്ക് മാറ്റി എഴുതിയാൽ പി ഈസ് ഈക്വൽ ടു ഈ കോൺസ്റ്റന്റിന്റെ സി ഇതൊന്ന് ഇപ്പുറത്തേക്ക് റീഅറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ പി ഈസ് ഈക്വൽ ടു ക്യാപിറ്റൽ സി കോൺസ്റ്റന്റ് സി ഇൻറ്റു റോ റേസ് ടു ഗാമ വരും, റൈറ്റ്? റോ റേസ് ടു ഗാമ. സോ നമ്മൾ എന്ത് ചെയ്യുന്നു? ലോഗരിതം അപ്ലൈ ചെയ്യുന്നു. ഇതിനൊന്ന് സോൾവ് ചെയ്യാൻ വേണ്ടി ലോഗരിതം അപ്ലൈ ചെയ്യുന്നത് ലെഫ്റ്റ് ഹാൻഡ് സൈഡിലും റൈറ്റ് ഹാൻഡ് സൈഡിലും. സോ ലോൺ പി ഈസ് ഈക്വൽ ടു ലോൺ സി പ്ലസ് ഗാമ ലോൺ പി. ഇതൊക്കെ ബേസിക് മാത്തമാറ്റിക് ഇക്വേഷൻ ആണ്, ബേസിക് ആയിട്ട് പഠിച്ചിട്ടുള്ള കാര്യമാണ്, അതുകൊണ്ടാണ് സ്പീഡിൽ പോകുന്നത് കേട്ടോ. ഓക്കെ, ഇനി ഇതിനെ ഒന്ന് ഡിഫറൻഷിയേറ്റ് ചെയ്ത് അറേഞ്ച് ചെയ്ത് എഴുതി എന്ത് വരും? ഡി പി ബൈ പി ഇസ് ഈക്വൽ ടു ഇറ്റ്സ് എ കോൺസ്റ്റന്റ്, ഡിഫറൻഷിയേറ്റ് എടുത്ത് എന്ത് വരും? 0 വരും. ദെൻ ഗാമ ഡി റോ ബൈ റോ വരും. ഓക്കെ, സോ ഡി പി ബൈ പി ഇസ് ഈക്വൽ ടു ഗാമ ഡി റോ ബൈ റോ വരും. സോ ഡി പി ബൈ ഡി റോ എന്ത് വരും? ഐസെൻട്രോപിക് പ്രോസസ് കേസിൽ ഡി പി ബൈ ഡി റോ എന്ത് വരും? ഗാമ പി ബൈ റോ വരും, റൈറ്റ്? ഗാമ പി ബൈ റോ. സോ എ എന്ന് പറയുന്നത് എന്താണ്? നമുക്ക് ഓൾറെഡി അറിയാം എ എന്താണ്? റൂട്ട് ഓഫ് ഡി പി ബൈ ഡി റോ ആണ്. സോ അതൊന്ന് റീസബ്സ്റ്റിറ്റ്യൂട്ട് ഇതിലേക്ക് കൊടുത്താൽ എന്ത് വരും? എ ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് ഗാമ പി ബൈ റോ വരും. ഇനി ഒരു പെർഫെക്റ്റ് ഗ്യാസിന്റെ കേസിൽ എന്താണ്? പി ഇസ് ഈക്വൽ ടു റോ ആർ ടി ആണ്. സോ പി ബൈ റോ എന്താ? ആർ ടി ആണ്, റൈറ്റ്? സോ ആ പി ബൈ റോന്റെ ആർ ടി വാല്യൂടെ സബ്സ്റ്റിറ്റ്യൂട്ട് എന്ത് വരും? എ ഇസ് ഈക്വൽ ടു ഗാമ ആർ ടി വരും. എ ഇസ് ഈക്വൽ ടു ഗാമ ആർ ടി. ഈ ഇക്വേഷൻ ഒന്ന് ഓർത്ത് വെക്കണം. എപ്പോഴും പ്രോബ്ലം ഒക്കെ ചെയ്യുമ്പോൾ നമുക്ക് ആവശ്യം വരുന്നത് വെലോസിറ്റി ഓഫ് സൗണ്ട് ഈ ഒരു ഇക്വേഷൻ ആണ് നമുക്ക് മിക്കവാറും ആവശ്യം വരിക. ഓക്കെ, എ ഇസ് ഈക്വൽ ടു ഗാമ ആർ ടി. ക്ലിയർ? ഓക്കെ, ഇനി അപ്പൊ നമ്മൾ എന്താ പറഞ്ഞ കംപ്രസിബിലിറ്റിനെ നമുക്ക് മെഷർ ചെയ്യാൻ വേണ്ടി, അല്ലെങ്കിൽ നമുക്കൊരു റെക്കഗ്നൈസ് ചെയ്യാൻ വേണ്ടി, എത്രത്തോളം കംപ്രസിബിൾ ആണെന്ന് റെക്കഗ്നൈസ് ചെയ്യാൻ വേണ്ടി നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു പാരാമീറ്റർ ആണ് എന്ത്? വെലോസിറ്റി ഓഫ് സൗണ്ട്. ഓർ നമ്മൾ ആദ്യത്തെ ക്ലാസ് ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞൊരു എനദർ പാരാമീറ്റർ ഉണ്ടായിരുന്നു, എന്ത്? മാക് നമ്പർ. കംപ്രസിബിലിറ്റി റിലേറ്റഡ് ആയിട്ട്. സോ ഈ മാക് നമ്പറും വെലോസിറ്റി സൗണ്ടും കൂടി റിലേറ്റഡ് ആണ്. എങ്ങനെ? മാക് നമ്പർ എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് വിൽ ബി ദ മാക് നമ്പർ വിൽ ബി റേഷ്യോ ഓഫ് ലോക്കൽ വെലോസിറ്റി ഓർ വെലോസിറ്റി ഓഫ് ഫ്ലോ, റേഷ്യോ ഓഫ് ലോക്കൽ വെലോസിറ്റി അല്ലെങ്കിൽ വെലോസിറ്റി ഓഫ് ഫ്ലോ അറ്റ് എ ലൊക്കേഷൻ ടു വെലോസിറ്റി ഓഫ് സൗണ്ട് ഇൻ ദാറ്റ് മീഡിയം at the same location. Okay, ഒരു പർട്ടിക്കുലർ പോയിന്റ് എടുത്ത് ആ പോയിന്റിലെ വെലോസിറ്റി എടുക്കുക, ലോക്കൽ വെലോസിറ്റി എടുക്കുക, അതിന് ആ പർട്ടിക്കുലർ പോയിന്റിൽ വെലോസിറ്റി ഓഫ് സൗണ്ടും കാണുക. എന്നിട്ട് അതിന്റെ തമ്മിലുള്ള റേഷ്യോ എടുത്താൽ നമുക്ക് എന്ത് കിട്ടും? ഒരു നോൺ ഡയമെൻഷണൽ നമ്പർ കിട്ടും. അതാണ് മാക് നമ്പർ, റൈറ്റ്? ഇനി ഇതേ മാക് നമ്പർ നമുക്ക് വേറൊരു തരത്തിൽ പറയാം. അത് നമ്മൾ ബേസിക് ആയിട്ട് ഇവിടെ ഫ്ലൂയിഡ് മെക്കാനിക്സിലൊക്കെ പഠിച്ച ഇക്വേഷൻ ആണ്. എന്ത്? ഇപ്പൊ നമ്മൾ റെനോൾഡ്സ് നമ്പർ ഒക്കെ പഠിക്കുമ്പോഴേക്കും നോൺ ഡയമെൻഷൻ നമ്പേഴ്സ് പഠിക്കുന്ന കൂട്ടത്തിൽ പഠിച്ചതാണ്. റെനോൾഡ്സ് നമ്പറിൽ ഇനേഷ്യ ഫോഴ്സ് ബൈ വിസ്കസ് ഫോഴ്സ് എന്ന് പറയുമ്പോൾ ആ കൂട്ടത്തിൽ പഠിച്ചാണ് മാക് നമ്പർ ഈസ് ഈക്വൽ ടു root of inertia force by elastic force. Root of inertia force by elastic force. Okay,
സോ ഇനേഷ്യ ഫോഴ്സിന് എന്താ റോ എ വി സ്ക്വയർ, ഇലാസ്റ്റിക് ഫോഴ്സിന് കെ എസ് ഇൻറ്റു എ. കെ എസ് എന്താ ഐസെൻട്രോപിക് ബൾക്ക് മോഡുലസ്, റൈറ്റ്? അതിനൊന്ന് സോൾവ് ചെയ്ത് എഴുതിയാലും വീണ്ടും ഏത് ഫോമിലേക്ക് വരും? എം ഈസ് ഈക്വൽ ടു വി ബൈ എ എന്നുള്ള ഫോമിലേക്ക് തന്നെ തിരിച്ചു വരും, റൈറ്റ്? ഇതിനെ ഒന്ന് സോൾവ് ചെയ്ത് എഴുതിയാൽ, അതായത് കെ എസിന് എ സ്ക്വയർ റോ എന്നുള്ള ഇക്വേഷനോട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് വി ബൈ എ എന്നുള്ള ഫോമിൽ തന്നെ വരും. അപ്പൊ അങ്ങനെ വരുമ്പോൾ മാക് നമ്പറിന്റെ ഇക്വേഷൻ എന്ത് വരും? എം ഈസ് ഈക്വൽ ടു വി ബൈ എ ദാറ്റ് ഈസ് ഈക്വൽ ടു വി ബൈ എക്ക് നമ്മൾ ഓൾറെഡി പെർഫെക്റ്റ് ഗ്യാസ് ഫേസ് ഇക്വേഷൻ കണ്ടുപിടിച്ചല്ലോ, ഗാമ ആർ ടി. സോ എം ഈസ് ഈക്വൽ ടു എന്ത് വരും? എം ഈസ് ഈക്വൽ ടു വി ബൈ എ ദാറ്റ് ഈസ് ഈക്വൽ ടു വി ബൈ ആർ ടി വരും. ഓക്കെ, ഇനി ഈ മാക് നമ്പറിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് ഓരോ ടൈപ്പ് ഫ്ലോ ഉണ്ടാവും. നമ്മള് മറ്റേ ജനറലി പറയുമ്പോൾ കേട്ടില്ലേ, സൂപ്പർസോണിക് ജെറ്റ് ആണ്, ഹൈപ്പർസോണിക് ജെറ്റ് ആണ് എന്നൊക്കെ പറഞ്ഞിട്ട്, ഹൈപ്പർസോണിക് സൂപ്പർസോണിക് എന്നുള്ള പറയുന്ന ഫ്ലോസ് ചില ക്രൂയിസ് മിസൈലിന്റെ ഒക്കെ കേസിൽ, മിലിറ്ററിന്റെ ഒക്കെ മിസൈല്, റോക്കറ്റ് പ്രൊപ്പൽഷൻ, അതിന്റെ എല്ലാം കേസ് നമ്മൾ പറയുന്നത് ഹൈപ്പർസോണിക് സൂപ്പർസോണിക്, ഇതൊക്കെ പറയുന്ന ഓരോ ഫ്ലോനെ ബേസ് ചെയ്തിട്ടാണ്, റൈറ്റ്? അതിന്റെ ഫ്ലോ വെലോസിറ്റിക്ക് അനുസരിച്ചാണ്, അല്ലെങ്കിൽ ആ ഇപ്പൊ റോക്കറ്റ് ആണ്, ആ റോക്കറ്റ് മൂവ് ചെയ്യുന്ന വെലോസിറ്റിക്ക് അനുസരിച്ചാണ്. അതും അത് വെലോസിറ്റി ഓഫ് സൗണ്ടും കൂടി ഒരു എയർ മീഡിയത്തിലാണ് പോകുന്നത്, എയറിൽ സൗണ്ട് വെലോസിറ്റി ഓഫ് സൗണ്ടിനെ കമ്പയർ ചെയ്തിട്ടാണ് പറയുന്നത്. ഈ മാക് നമ്പറിനെ ബേസ് ചെയ്തിട്ടാണ് അങ്ങനത്തെ ഫ്ലോ പറയുന്നത്. സോ അത് എങ്ങനെയാണെന്നാണ് നോക്കുന്നത്. സോ ക്ലാസിഫിക്കേഷൻ ഓഫ് ഫ്ലോ ബേസ്ഡ് ഓൺ മാക് നമ്പേഴ്സ്. ക്ലാസിഫിക്കേഷൻ ഓഫ് ഫ്ലോ ബേസ്ഡ് ഓൺ മാക് നമ്പേഴ്സ്. ഓക്കെ, ഇനി ഇത് കിട്ടണമെങ്കിൽ ഡിഫറെന്റ് ആയിട്ടുള്ള ഫ്ലോ റീജിയൻസ് ഉണ്ട്. ഫ്രം സ്റ്റാർട്ടിങ് ഇൻകംപ്രസിബിൾ മുതൽ ഹൈപ്പർസോണിക് വരെയാണ്, റൈറ്റ്? ഇങ്ങനെ ഒരു, അതായത് ഇതുപോലത്തെ ഒരു ഗ്രാഫാണ് നമുക്ക് കിട്ടുക, ഒരു എലിപ്റ്റിക്കൽ ആയിട്ടുള്ള ഒരു ഗ്രാഫ്. സോ ഈ ഗ്രാഫ് കിട്ടണമെങ്കിൽ നമുക്ക് ഇനീഷ്യലി എന്തറിയണം? ഒരു അഡിയാബാറ്റിക് എനർജി ഇക്വേഷൻ കണ്ടു വേണം. അതിന് ഒരു അഡിയബാറ്റിക് എനർജി ഇക്വേഷൻ ഉണ്ട്, കംപ്രസിബിൾ ഫ്ലോന്റെ കേസിലുള്ള ഒരു അഡിയബാറ്റിക് എനർജി ഇക്വേഷൻ. സോ ആ അഡിയബാറ്റിക് എനർജി ഇക്വേഷന്റെ ഡിഫറെന്റ് ഫോംസിൽ വെലോസിറ്റി ഓഫ് സൗണ്ടിന്റെയും വെലോസിറ്റി ഓഫ് ലോക്കൽ വെലോസിറ്റിയും വേരിയേഷൻ വരുത്തിയിട്ടാണ് എന്ത് ആ ഗ്രാഫ് കിട്ടുന്നത്. സോ ആ ഗ്രാഫ് എന്ന് പറയുന്നത് എന്തിലാണ്? സി എയും തമ്മിലുള്ള കോർഡിനേറ്റ്സ് ആണ്. വെലോസിറ്റി ഓഫ്, അതായത് വെലോസിറ്റി ഓഫ് സൗണ്ടും വെലോസിറ്റി ഓഫ് ലോക്കൽ വെലോസിറ്റിയും, ഇത് തമ്മിൽ എക്സ് ആക്സിൽ ലോക്കൽ വെലോസിറ്റിയും വൈ ആക്സിൽ വെലോസിറ്റി ഓഫ് സൗണ്ടും വെച്ച് കിട്ടുന്ന ഒരു ഗ്രാഫാണ്. സോ അഡിയാബാറ്റിക് എലിപ്സ് എന്ന് പറയും അതിനെ. ഓക്കെ, സ്റ്റഡി ഫ്ലോ അഡിയാബാറ്റിക് എലിപ്സ് എന്ന് പറയും. എന്തെന്ന് കിട്ടുന്നതാണ്? അഡിയാബാറ്റിക് എനർജി ഇക്വേഷൻ്റെ അകത്ത് സിക്കും എക്കും ഡിഫറെന്റ് വാല്യൂസ് കൊടുത്തിട്ട് പ്ലോട്ട് ചെയ്തിട്ടാണ് കിട്ടുന്നതാണ് സ്റ്റഡി ഫ്ലോ അഡിയാബാറ്റിക് എലിപ്സ്. ഓക്കെ, ഇനി അഡിയാബാറ്റിക് എനർജി ഇക്വേഷൻ എങ്ങനെ ഉണ്ടാക്കാം നോക്കാം. നമ്മൾ ഇത് ഓൾറെഡി സ്റ്റാഗ്നേഷൻ കണ്ടീഷൻ പറയുമ്പോൾ പറഞ്ഞ ഇക്വേഷൻസ് ആണ് ഇത്. എന്ത്? സ്റ്റാഗ്നേഷൻ എൻതാൽപ്പിന്റെ ഇക്വേഷൻ, റൈറ്റ്? എന്താ സ്റ്റാഗ്നേഷൻ എൻതാൽപ്പി? നമ്മൾ ഒരു ഇമാജിനറി കണ്ടീഷനിൽ ഫ്ലോ വെലോസിറ്റിനെ ഡീസിലറേറ്റ് ചെയ്യും. എവിടത്തേക്ക്? വെലോസിറ്റി സീറോ ആവുന്ന കണ്ടീഷനിലേക്ക്. ഓക്കെ, ഫ്ലോ വെലോസിറ്റിനെ സീറോ വെലോസിറ്റിയിലേക്ക് എത്തിക്കുമ്പോൾ അവിടെ ഉണ്ടാകുന്ന പ്രോപ്പർട്ടീസ് ആണ് എന്ത്? സ്റ്റാഗ്നേഷൻ പ്രോപ്പർട്ടീസ്, അല്ലെങ്കിൽ ആ സ്റ്റേറ്റ് ആണ് ഇത് സ്റ്റാഗ്നേഷൻ സ്റ്റേറ്റ്. സോ ആ സ്റ്റേറ്റിലുള്ള, ആ പർട്ടിക്കുലർ സ്റ്റാഗ്നേഷൻ സ്റ്റേജിലുള്ള എന്താൽപി വാല്യൂ ആണ് ഇത് സ്റ്റാഗ്നേഷൻ എന്താൽപി. ആ സ്റ്റാഗ്നേഷൻ എന്താൽപിക്ക് നമ്മൾ സ്റ്റഡി ഫ്ലോ ഇക്വേഷൻ വെച്ചിട്ട് ഒരു ഇക്വേഷൻ ഉണ്ടാക്കിയിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ. ഓക്കെ, ആ ഇക്വേഷൻ ആണ് എന്ത്? ഇത് എച്ച് പ്ലസ് ഹാഫ് സി സ്ക്വയർ ഈസ് ഈക്വൽ ടു എച്ച് സീറോ, ദാറ്റ് വിൽ ബി ഈക്വൽ ടു കോൺസ്റ്റന്റ്, റൈറ്റ്? ഇനി ഇതിനകത്ത് എച്ച് ഒന്ന് കൺസിഡർ ചെയ്താൽ, എച്ച് മാത്രം ഒന്ന് കൺസിഡർ ചെയ്താൽ, എച്ച് എന്താ? സി പി ഇൻറ്റു ടി ആണ്. നമ്മൾ ബേസിക് തെർമോഡൈനാമിക്സിൽ പഠിക്കുന്ന കാര്യമാണ്. സി പി ഇൻറ്റു ടി, റൈറ്റ്? ഓക്കെ, ഇനി ഈ സി പിനെ നമുക്ക് ഇങ്ങനെ മാറ്റി എഴുതാം. സി പിനെ നമുക്ക് ഗാമ ആർ ബൈ ഗാമ മൈനസ് വൺ ആയിക്കൂടെ? സി പിനെ എങ്ങനെ എഴുതാം നമുക്ക്? ഗാമ ആർ ബൈ ഗാമ മൈനസ് വൺ, റൈറ്റ്? സോ അങ്ങനെ വരുമ്പോ ഈ ഇക്വേഷനിലേക്ക് സി പി ടി എങ്ങനെ എഴുതാം? ഗാമ ആർ ടി ബൈ ഗാമ മൈനസ് വൺ.
Okay. So gamma r by Leila, പോയിട്ടില്ല. ചെറിയൊരു ബ്രേക്ക് തന്നെ. Okay. Gamma r by gamma minus 1. Okay. So H is equal to Cp T equal to Cp gamma r by gamma minus 1 into T വരും. Okay. ഇനി gamma RT എന്തായിരുന്നു? നമ്മൾ കുറച്ച് മുമ്പേ പഠിച്ച gamma RT a square, right? അത് a is equal to root of gamma RT അല്ലേ പറഞ്ഞു. അപ്പോൾ gamma RT എന്ന് പറയുന്നത് a square and perfect equation അകത്ത് RT is equal to P by rho. ഇനി ഇതൊക്കെ നമ്മളൊന്ന് റീസബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ് ഇതിലേക്ക്. So H ന്റെ ഇക്വേഷൻ എന്ത് വരും? ഗാമ ആർ ടിക്ക് സപ്പോസ് നമ്മൾ ഈ ഇക്വേഷൻ മാത്രമേ കൊടുക്കുന്നത് ഗാമ ആർ ടി എന്താ എ സ്ക്വയർ. സോ എച്ചിന്റെ ഇക്വേഷൻ എന്ത് വരും? എ സ്ക്വയർ ഡിവൈഡ് ബൈ ഗാമ മൈനസ് 1, റൈറ്റ്? എച്ചിന്റെ ഇക്വേഷൻ എന്ത് വരും? എ സ്ക്വയർ ഡിവൈഡ് ബൈ ഗാമ മൈനസ് 1, റൈറ്റ്? ഇനിയല്ല നമ്മൾ ആ ഗാമ മൈനസ് 1 ഗാമ ബൈ ഗാമ മൈനസ് 1 അവിടെ വെച്ചിട്ട് ഈ ആർ ടിക്ക് മാത്രം പി ബൈ റോ എന്നുള്ള ഇക്വേഷൻ കൊടുക്കുന്നുണ്ടെങ്കിൽ എന്ത് വരും? എച്ച് ഈസ് ഈക്വൽ ടു ഗാമ ബൈ ഗാമ മൈനസ് 1 ഇൻറ്റു പി ബൈ റോ വരും, റൈറ്റ്? സപ്പോസ് ഇനി ഈ ടേം എ സ്ക്വയർ ബൈ ഗാമ മൈനസ് 1 ഞാൻ അടുത്തേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. നമ്മൾ ഇനീഷ്യലി ഇല്ല സ്റ്റാഗ്നേഷൻ എൻതാൽപ്പിന്റെ ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അപ്പൊ എന്ത് വരും? എ സ്ക്വയർ ഡിവൈഡ് ബൈ ഗാമ മൈനസ് 1 എ സ്ക്വയർ ഡിവൈഡ് ബൈ ഗാമ മൈനസ് 1 പ്ലസ് ഹാഫ് സി സ്ക്വയർ plus half c square equal to constant or equal to h0 stagnation enthalpy. അപ്പോൾ അഡിയാബാറ്റിക് ഇക്വേഷൻ അഡിയാബാറ്റിക് എനർജി ഇക്വേഷൻ ഉദ്ദേശിക്കുന്നത് ഈ സ്റ്റാഗ്നേഷൻ എൻതാൽപ്പിന്റെ ഡിഫറെന്റ് ഫോംസിലെ ഇക്വേഷൻ ആണ്. ഒരു 3 ഫോംസ് വരും. അതിൻ്റെ അകത്തിൽ ഒരു ഫോമാണ് ഇത് എ സ്ക്വയർ ബൈ ഗാമ മൈനസ് 1 പ്ലസ് ഹാഫ് സി സ്ക്വയർ ഈക്വൽ ടു കോൺസ്റ്റന്റ് അല്ലെങ്കിൽ ഈക്വൽ ടു h0 എന്ന് പറയുന്നത്. ഇനി അനദർ ഫോം എന്ന് പറയുന്നത് when ഈ കണ്ടീഷനിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? ടെമ്പറേച്ചർ 0 ആയിട്ട് അസ്യൂം ചെയ്തു, റൈറ്റ്? വെൻ നമ്മൾ ടെമ്പറേച്ചർ 0 കണ്ടീഷനിലേക്ക് കൊണ്ടുവരുമ്പോൾ എന്താൽപ്പി എന്തോ 0. അങ്ങനെയുള്ള കണ്ടീഷനിൽ വെലോസിറ്റി എന്ത് പറ്റും? സി വിൽ ബിക്കം സി മാക്സ്, റൈറ്റ്? വെലോസിറ്റി ഓഫ് സൗണ്ട് ഇത് ലോക്കസ് വെലോസിറ്റി എന്ന് പറയുന്നത് മാക്സിമം വെലോസിറ്റി അതൊരു പെർട്ടിക്കുലർ കണ്ടീഷനിലാണ്. ടി ഈക്വൽ ടു 0 ആവുമ്പോൾ എച്ച് 0 ആവും, ടെമ്പറേച്ചർ 0 ആയി എന്താൽപ്പി 0 ആവും, പ്ലസ് സി എന്താവും? സി മാക്സ് ആവും. ഓക്കെ, അത് ഈ കണ്ടീഷൻ ഇനീഷ്യലി അല്ല നമ്മുടെ സ്റ്റാഗ്നേഷൻ എന്താൽപ്പി കണ്ടീഷനിലേക്ക് കൊടുത്താൽ എന്താ സംഭവിക്കുക? സി മാക്സ് ആയി, എച്ച് വാല്യൂ 0 ആയി. അപ്പൊ എച്ച് സീറോന്റെ ഇക്വേഷൻ എന്ത്? ഹാഫ് സി മാക്സ് സ്ക്വയർ വരും, ഹാഫ് സി മാക്സ് സ്ക്വയർ. ഇനി വേറൊരു കണ്ടീഷൻ അപ്ലൈ ചെയ്യുന്നു. സി വാല്യൂ അതായത് വെലോസിറ്റി വാല്യൂ നമ്മൾ 0ലേക്ക് എത്തും. വെലോസിറ്റി വാല്യൂ 0ലേക്ക് എത്തിക്കുന്ന കണ്ടീഷൻ എന്താ? സ്റ്റാഗ്നേഷൻ കണ്ടീഷൻ തന്നെയാണ്, റൈറ്റ്? സ്റ്റാഗ്നേഷൻ കണ്ടീഷനിൽ എത്തി എന്താ പറ്റുക? സ്റ്റാഗ്നേഷൻ പ്രോപ്പർട്ടീസ് ആവും. സോ നമ്മൾ സ്റ്റാഗ്നേഷൻ എന്താൽപ്പി പറഞ്ഞു, സ്റ്റാഗ്നേഷൻ ഡെൻസിറ്റി, സ്റ്റാഗ്നേഷൻ പ്രഷർ, സ്റ്റാഗ്നേഷൻ ടെമ്പറേച്ചർ ഒക്കെ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ എന്തുണ്ട്? വെലോസിറ്റി ഓഫ് സ്റ്റാഗ്നേഷൻ കണ്ടീഷൻ ഉണ്ട്. സോ വെലോസിറ്റി ഓഫ് സൗണ്ട് അറ്റ് സ്റ്റാഗ്നേഷൻ കണ്ടീഷൻ ഉണ്ട്. സോ അതാണ് എന്ത്? അപ്പൊ എന്താവും? വെലോസിറ്റി ഓഫ് സൗണ്ട് എ എന്താവും? എ നോട്ട് ആവും. നമ്മൾ കോമൺലി സ്റ്റാഗ്നേഷൻ പ്രോപ്പർട്ടീസിനെ ഡിനോട്ട് ചെയ്യാൻ യൂസ് ചെയ്യുന്നത് എങ്ങനെയാണ്? സഫിക്സ് 0 സഫിക്സ് കൊടുത്തിട്ടുണ്ട് അല്ലെ? അപ്പൊ എ എന്താവും? എ നോട്ട് ആവും. അങ്ങനെ വരുമ്പോൾ എന്ത് സംഭവിക്കും? ഇവിടെ h0 എന്ന് പറയുന്നത് a0 സ്ക്വയർ ഗാമ മൈനസ് 1 വരും. അതായത് ഈ ഇക്വേഷനിൽ നമ്മൾ കൊടുക്കുകയാണ് സി വാല്യൂ 0 ആയി, ഈ വാല്യൂ 0 ആയ എന്തും എക്ക് a0. സോ a0 സ്ക്വയർ ബൈ ഗാമ മൈനസ് 1 എന്ന് പറയുന്നത് എന്താവും? a0 സ്ക്വയർ ബൈ ഗാമ മൈനസ് 1 വിൽ ബിക്കം കോൺസ്റ്റന്റ് ഓർ ഈക്വൽ ടു h0. ഓക്കെ, സോ അങ്ങനെ 3 ഈക്വേഷൻസ് എന്തിന്? h0 a സ്ക്വയർ ബൈ ഗാമ മൈനസ് 1 പ്ലസ് ഹാഫ് സി സ്ക്വയർ ഈക്വൽ ടു half c max square equal to a0 square by gamma minus 1 equal to h0. So ഈ ഫോം ഓഫ് ഇക്വേഷൻസിനെയാണ് എന്ത് പറയാ? ഇത് എന്നത് ഡിഫറെന്റ് ഫോംസ് ആണ്. അഡിയാബാറ്റിക് എനർജി ഇക്വേഷന്റെ ഡിഫറെന്റ് ഫോംസ് ആണ് ഈ പറയുന്നത്. അഡിയാബാറ്റിക് എനർജി ഇക്വേഷന് ഡിഫറെന്റ് ബേസിസിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ള ഡിഫറെന്റ് ഫോംസ് ഓഫ് ഇക്വേഷൻ. സോ ഇറ്റ് വിൽ എക്സ്പ്രസ് ടോട്ടൽ എനർജി ഓഫ് എ ഫ്ലൂയിഡ് ഇൻ എ നമ്പർ ഓഫ് വേസ്. ഓക്കെ, ഇനി ഇതേ ഇക്വേഷൻ ഈ അഡിയാബാറ്റിക് എനർജി ഇക്വേഷനിൽ എയും ഉണ്ട് സിയും ഉണ്ട്, റൈറ്റ്? ഇതിനെ ഒന്ന് നമ്മൾ ഡിഫറെന്റ് പാരാമീറ്റേഴ്സ് വെച്ച് അനലൈസ് ചെയ്യാം. ഡിഫറെന്റ് വേസിൽ നമ്മൾ ഡിഫറെന്റ് വാല്യൂസ് കൊടുത്തിട്ട് ചില സമയം എ സ്മോളർ ദാൻ സി, ദെൻ എ ഗ്രേറ്റർ ദാൻ സി, എ ഈക്വൽ ടു സി ഒക്കെ വെച്ചിട്ട് കൊടുത്തിട്ടാകുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഒരു ഡിഫറെന്റ് ഫ്ലോ റീജിയൻസ് കിട്ടും. 5 റീജിയൻസ് ഓഫ് ഫ്ലോ കിട്ടും. ആൻഡ് ഇൻ ദ ഫോം ഓഫ് ആൻ എലിപ്സ്. ഓക്കെ, ദാറ്റ് എലിപ്സ് ഇസ് നോൺ ആസ് അഡിയാബാറ്റിക് എലിപ്സ്, റൈറ്റ്? ഇതാണ് അഡിയാബാറ്റിക് എലിപ്സ്. അതായത് എയും സിയും തമ്മിലൊരു ഗ്രാഫ് പ്ലോട്ട് ചെയ്യുന്നത്, റൈറ്റ്? ഇനി അതിൻ്റെ അകത്ത് വരുന്ന ഡിഫറെന്റ് ഫ്ലോസ് ആണ് എന്തൊക്കെ? ഫസ്റ്റ് വൺ ഇൻകംപ്രസിബിൾ ഫ്ലോ. നമുക്ക് ഈ എന്റെ ലൈനിൽ തന്നെ സ്റ്റാർട്ട് ചെയ്ത ഫസ്റ്റ് വൺ ഇൻകംപ്രസിബിൾ ഫ്ലോ. ഓക്കെ, ഇൻകംപ്രസിബിൾ ഫ്ലോന്റെ കേസ് എന്ന് പറയുന്നത് വെലോസിറ്റി ഓഫ് ലോക്കൽ വെലോസിറ്റി സി, റൈറ്റ്?
ലോക്കൽ വെലോസിറ്റി അത് നമുക്ക് സി എന്നോ ബി എന്നോ എങ്ങനെ വേണമെങ്കിൽ യൂസ് ചെയ്യാം. ഏതർ സി ഉപയോഗിക്കാം അല്ലെങ്കിൽ ബി ഉപയോഗിക്കാം. ഓക്കെ, നിങ്ങൾ ഇഷ്ടത്തിന് അത് ഉപയോഗിക്കാം. ഇനി എ എന്നുള്ളത് കോമൺ ആയിട്ട് വെലോസിറ്റി ഓഫ് സൗണ്ട് ഉപയോഗിക്കുന്ന നൊട്ടേഷൻ. ഇനി ഈ വെലോസിറ്റി ഇൻകംപ്രസിബിൾ റീജിയനിൽ എന്തായിരിക്കും? വെലോസിറ്റി ഓഫ് സി എന്ന് പറയുന്നത് വെരി മച്ച് ലെസർ ദാൻ എ ആയിരിക്കും. സൗണ്ട് വെലോസിറ്റിനേക്കാൾ ഒരുപാട് കുറവായിരിക്കും. അങ്ങനെ വരുമ്പോൾ എന്താ സംഭവിക്കുക? മാക് നമ്പറിന്റെ വാല്യൂ വെരി മച്ച് ലോ ആവും. കാരണം മാക് നമ്പറിന്റെ ഇക്വേഷൻ എന്താ? ഇവയാണ്. സോ സി ബൈ എ വരുമ്പോൾ മാക് നമ്പർ എന്ന് പറയുന്നത് ഇൻകംപ്രസിബിൾ ഫ്ലോന്റെ കേസിൽ വെരി മച്ച് ലോ, റൈറ്റ്? ആ കേസിലാണ് മാക് നമ്പർ ഏറ്റവും ലോ ആവുന്ന കേസിനാണ് എന്ത് പറയാ? ഇൻകംപ്രസിബിൾ ഫ്ലോ എന്ന് പറയുന്നത്. ഇൻകംപ്രസിബിൾ ഫ്ലോ എന്ന് പറയാം. സോ അതിനുള്ള ഒരു എക്സാമ്പിൾ എന്ന് പറയുന്നത് ഫ്ലോ ത്രൂ ഒരു നോസിലാണ്. ഫ്ലോ ത്രൂ നോസിൽ, റൈറ്റ്? ഇനി സെക്കൻഡ് കേസ്, സെക്കൻഡ് ഫ്ലോ എന്താ? സബ്സോണിക് ഫ്ലോ, റൈറ്റ്? സബ്സോണിക് ഫ്ലോ. സബ്സോണിക് ഫ്ലോയിൽ സംഭവിക്കുന്നത് എന്താ? സി വിൽ ബി ലെസർ ദാൻ എ. ഇവിടെ ഒരു വെരി മച്ച് ലെസർ ദാൻ എ ആണ്. എന്താ ഇവിടെ? അത്രക്കില്ല, എന്നാൽ കുറച്ചുകൂടെ എനേക്കാൾ കുറവാണ്. ഓക്കെ, ആ കണ്ടീഷനിൽ എം വാല്യൂ എന്ന് പറയുന്നത് ഒരു 0.3ക്കും 0.8നും ഇൻ ബിറ്റ്വീൻ ആയിരിക്കും. 0.3ക്കും 0.8നും ഇൻ ബിറ്റ്വീൻ ആയിരിക്കും. ഓക്കെ, സബ്സോണിക് ഫ്ലോ എന്ന് പറയും. അതിന് എക്സാമ്പിൾ എന്ന് പറയുന്നത് നമ്മൾ പാസഞ്ചർ എയർക്രാഫ്റ്റ്, നമ്മൾ നോർമലി ഉപയോഗിക്കുന്ന നമ്മൾ ഫ്ലൈറ്റിലെ അതൊക്കെ സബ്സോണിക് ഫ്ലോ അല്ല. അതായത് വെലോസിറ്റി നമ്മളൊരു ഒരു നോർമൽ ഒരു ഫ്ലൈറ്റ് മൂവ് ചെയ്യുന്ന വെലോസിറ്റി ചിലപ്പോൾ ഒരു 800 km/h ഒക്കെ ആയിരിക്കും എയറിൽ. പക്ഷെ നമ്മുടെ ഒരു വെലോസിറ്റി ഓഫ് സൗണ്ട് എത്രയായിരിക്കും? ഒരു 1200 ഒക്കെ, 1200 km/h ഒക്കെ ആയിരിക്കും. അങ്ങനെ വരുമ്പോൾ എന്താ സംഭവിക്കുന്നത്? വെലോസിറ്റി ഓഫ് ദാറ്റ് പർട്ടിക്കുലർ ഒബ്ജക്ട്, അത് മൂവ് ചെയ്യുന്ന വെലോസിറ്റി ആ മീഡിയത്തിൽ, അതായത് എയറിൽ, ആ മീഡിയത്തിൽ പക്ഷെ വെലോസിറ്റി ഓഫ് സൗണ്ടിനേക്കാൾ കുറവാണ്. അങ്ങനെ വരുന്ന ജസ്റ്റ് കേസ് ആണ് എന്ത്? സബ്സോണിക് ഫ്ലോ. ഓക്കെ, സബ്സോണിക് ഫ്ലോയില് സി വിൽ ബി ലെസ് ദാൻ എ ആയിരിക്കും. അതുപോലെ മാക് നമ്പറിന്റെ വാല്യൂ എന്ന് പറയുന്നത് 0.3ക്കും 0.8നും ഇൻ ബിറ്റ്വീൻ ആയിരിക്കും. സോ എക്സാമ്പിൾ വിൽ ബി പാസഞ്ചർ എയർക്രാഫ്റ്റ്. ഓക്കെ, ഇനി ഇതിന്റെ നടുക്ക് വരുന്ന ഒരു ഫ്ലോ കണ്ടീഷൻ അല്ല, ഒരു പോയിന്റ് ആണ്, ഒരു പർട്ടിക്കുലർ പോയിന്റ് ആണ്. ഇവിടെ വരുന്ന ഒരു പർട്ടിക്കുലർ പോയിന്റ് ആണ്. അതാണ് സോണിക് ഫ്ലോ എന്ന് പറയുമെങ്കിൽ ഇറ്റ്സ് എ പോയിന്റ്, സോണിക് പോയിന്റ് ആണ്. ഓക്കെ, ആ പർട്ടിക്കുലർ പോയിന്റ് എന്താ സംഭവിക്കണേ? വെലോസിറ്റി ഓഫ് ഫ്ലോയും ലോക്കൽ വെലോസിറ്റിയും എന്താവും? ഈക്വൽ ആവും. അങ്ങനെ വരുമ്പോൾ എന്ത് സംഭവിക്കും? മാക് നമ്പർ 1 ആവും. മാക് നമ്പർ വാല്യൂ ഈസ് ബിക്കം 1. ഓക്കെ, അതിന്റെ എക്സാമ്പിൾ എന്ന് പറയുന്നത് നമ്മൾ നോസിന്റെ ഒരു ഡൈവേർജൻ ഉണ്ടാവും, കൺവേർജൻ സോൺ ഉണ്ടാവും, അതിന്റെ അകത്ത് ഒരു ത്രോട്ടിലുള്ള പോർഷൻ ഉണ്ടാവും. ഓക്കെ, ഒരു നോസിന്റെ കേസിൽ എന്തുണ്ടാവും? ത്രോട്ട് പൊസിഷൻ ഉണ്ടാവല്ലോ, ആ പൊസിഷനിൽ ഉണ്ടാകുന്നതാണ്. ആ പൊസിഷനിൽ എപ്പോഴും സോണിക് ഫ്ലോ ആയിരിക്കും. ഓക്കെ, അത് എക്സാമ്പിൾ ഫോർ സോണിക് ഫ്ലോ ഈസ് നോസിൽ ത്രോട്ട്. ഇനി അടുത്ത സ്റ്റേജിൽ വരുന്നത് എന്താ? ട്രാൻസോണിക് ഫ്ലോ. അതായത് ചെറിയൊരു റീജിയൻ, സോണിക് പോയിന്റിന്റെ ലെഫ്റ്റ് ആൻഡ് റൈറ്റിലുള്ള ഒരു ചെറിയ റീജിയൻ എന്തായിരിക്കും? എം വാല്യൂ എന്ന് പറയുന്നത് സ്ലൈറ്റ്ലി ഹയർ ആയിരിക്കും യൂണിറ്റിനേക്കാൾ. ആ ഒരു ട്രാൻസിഷൻ സ്റ്റേജ് ആണ്. നമ്മളെ ലാമിനാർ ടർബുലന്റിലൊക്കെ പഠിക്കുമ്പോൾ പറഞ്ഞില്ല, ഒരു ട്രാൻസിഷൻ സ്റ്റേജ് ഉണ്ടായിരിക്കാം. അതുപോലെ ഇതിനകത്ത് ഉണ്ടാകുന്ന ഒരു ട്രാൻസിഷൻ സ്റ്റേജ് ആണെങ്കിൽ സബ്സോണിക്കിൽ നിന്ന് സൂപ്പർസോണിക്കിലേക്ക് മാറുന്ന ഒരു ട്രാൻസിഷൻ സ്റ്റേജ് ആണ് ട്രാൻസോണിക് ഫ്ലോ എന്ന് കണ്ടു പറയാം. ഓക്കെ, ദെൻ ഫോർത്ത് വൺ വിൽ ബി സൂപ്പർസോണിക് ഫ്ലോ. സൂപ്പർസോണിക് കേസിൽ എന്ത് വരും? ലോക്കൽ വെലോസിറ്റി എന്ന് പറയുന്നത് സൗണ്ട് വെലോസിറ്റിനേക്കാൾ കൂടുതലായിരിക്കും. ഒരു വെലോസിറ്റി ഓഫ് സൗണ്ട് ഇപ്പൊ എയറിലാണെങ്കിൽ എയറിൽ സൗണ്ട് ട്രാവൽ ചെയ്യുന്ന വെലോസിറ്റിനേക്കാൾ സ്പീഡിലായിരിക്കും, വെലോസിറ്റിയിലായിരിക്കും ഈ ഒരു ഒബ്ജക്റ്റ് മൂവ് ചെയ്യാം. റൈറ്റ്? അതിന്റെ ലോക്കൽ വെലോസിറ്റി എന്ന് പറയുന്നത് വെലോസിറ്റി ഓഫ് സൗണ്ടിനേക്കാൾ കൂടുതലായിരിക്കും ഒരു പർട്ടിക്കുലർ മീഡിയത്തിൽ. അങ്ങനെ വരുമ്പോൾ എന്ത് ചെയ്യും? മാക് നമ്പർ ഗ്രേറ്റർ ദാൻ 1 വരും, അറൌണ്ട് 1.2 വരും, അല്ലെ മോർ ദാൻ 1.2 വരും സൂപ്പർസോണിക്കിന്. നമ്മളെ മിലിറ്ററിയിലൊക്കെ ഉപയോഗിക്കുന്ന എയർക്രാഫ്റ്റ്സ് ഒക്കെ സൂപ്പർസോണിക് ഫ്ലോ ആണ്. നമ്മളെ ഹൈ സ്പീഡിലാണ്, വെലോസിറ്റി സ്പീഡ് ഓഫ് സൗണ്ടിന്റെ ഒരു എയറിൽ വെലോസിറ്റി ഓഫ് സൗണ്ട് ട്രാവൽ ചെയ്യുന്നതിനേക്കാൾ സ്പീഡിലാണ് എന്ത് മിലിറ്ററിന്റെ ഒക്കെ എയർക്രാഫ്റ്റ് ട്രാവൽ ചെയ്യുന്നത്, സൂപ്പർസോണിക് ഫ്ലോ. പിന്നെ അതിന്റെ അടുത്ത സ്റ്റേജ് ആണ് ഹൈപ്പർസോണിക് എന്ന് പറയുന്നത്. അതായത് വെലോസിറ്റി ഓഫ് സൗണ്ടിനേക്കാൾ ഹൈലി ഗ്രേറ്റർ ആണ് എന്ത് ലോക്കൽ വെലോസിറ്റി വരുന്നത്. സി വിൽ ബി വെരി മച്ച് ഗ്രേറ്റർ ദാൻ വെലോസിറ്റി ഓഫ് സൗണ്ട്. ആ കണ്ടീഷൻസിലേക്ക് എന്താ? മാക് നമ്പർ വിൽ ബി ഗ്രേറ്റർ ദാൻ 5 ആയിരിക്കും. മാക് നമ്പർ ഗ്രേറ്റർ ദാൻ 5 ആയിരിക്കും. നമ്മളെ സ്പേസിലേക്കൊക്കെ വിടുന്ന റോക്കറ്റ്സിന്റെ ഒക്കെ കേസസ്, റോക്കറ്റ്സ് ഒക്കെ ഒരു ഹൈപ്പർസോണിക് ഫ്ലോയിലാണ്. റൈറ്റ്? ഓക്കെ, എന്താ മതി മതി. ഹൈപ്പർസോണിക് ഫ്ലോ എന്ന് പറയുന്നത് എന്താണ്? നമ്മളെ സൂപ്പർസോണിക്കിനേക്കാൾ കൂടുതലായിരിക്കും. വെലോസിറ്റി ഓഫ് സൗണ്ട് ലോക്കൽ വെലോസിറ്റിനേക്കാൾ വെരി മച്ച് ഹയർ ആയിരിക്കും. മാക് നമ്പർ വാല്യൂ ഗ്രേറ്റർ ദാൻ 5 ആയിരിക്കും.
സാറേ ഈ പേപ്പറിന്റെ സ്വഭാവം എല്ലാം ഇങ്ങനെ തന്നെയാ, ഫുൾ ഡെറിവേഷനും കാര്യ. ഫുൾ ഡെറിവേഷൻ ആടാ, ഡെറിവേഷനും പ്രോബ്ലം. സാർ മൊഡ്യൂൾ തീരാനായോ? മൊഡ്യൂൾ തീരാനൊന്നായിട്ടില്ല, അതൊക്കെ ഞാൻ ഇച്ചിരി ഫാസ്റ്റ് ആക്കിയ. സാറേ സബ്സോണിക്ക് ക്ലാസ് എടുക്കാൻ പറ്റുമോ? ഭയങ്കര സ്റ്റുഡന്റ്. ഓക്കെ, നിർത്താൻ നോക്കുന്നത്. ഒരു മിനിറ്റ്, അറ്റൻഡൻസ് ഒന്ന് പറഞ്ഞു കൊടുക്കാം. ഓക്കെ പറഞ്ഞു. ഓക്കെ, അഭിൻ ജോഷ് ഇല്ലേ? ഇല്ല, പോയോ? ആദർശ് കെ കെ, അക്ഷയ് കെ എം, ആൽവിൻ തോമസ്, അമൽ കെ പി, അമൽ കെ സന്തോഷ്, അനന്തു, അമൽ എം, അനന്തു, അനുരാഗ്, ആശ്രി, അശ്വിൻ, ഭഗത്, ദിജിൻ, ഫസീദ്ദീൻ, ജിജോ, ജിതിൻ, കാർത്തികേയൻ, മൃദുൽ, രാഹുൽ, സൂരജ്, സൗരഭ്, വീരാഗ്, വൈശാഖ്, വൈഷ്ണവ്, വൈഷ്ണവ് പി കെ, വസീം, വിനിൽ, ജിഷ്ണു, ജിഷ്ണു മോഹൻ, നിഖിൽ, രോഷിത്, വിഷ്ണു, തേജസ്, ആകാശ്, അഭിനവ്, ഗോകുൽ, സച്ചിൻ. ഓക്കെ, ശരിയടാ, താങ്ക്സ്. ഓക്കെ ഓക്കെ, താങ്ക് യു സാർ. റെക്കോർഡിംഗ്